ആ ഒരു പോസ്റ്റർ നാദാപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നാണ് പറഞ്ഞത്. എവിടെയെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടതായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഒരു കോഴിക്കോട്ടൊരു മാധ്യമ പ്രവർത്തകനാണ് ഏറ്റവും ആദ്യം, ഞാൻ ഇന്നലെ യോഗം കഴിഞ്ഞ് ഇന്ന് തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് മടങ്ങി തരവിനിടയിൽ ആദ്യം വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യം കേട്ടപ്പോൾ നമ്മളൊരു പ്രയാസപ്പെട്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുത്തെ നാദാപുരത്തെ പാർട്ടി ബന്ധങ്ങളിൽ അന്വേഷിച്ചു. നാദാപുരത്തിന്റെ ഏതു മേഖലയിൽ അങ്ങനെ ഒരു പോസ്റ്റർ വന്നാലും അത് അറിയാൻ കഴിയുന്ന, അങ്ങനെ ഒരു ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു അറിയാൻ കഴിയുന്ന സംഘടനാപരമായ ബന്ധമുള്ള ആളുകളാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെയൊരു പോസ്റ്റർ നാദാപുരത്തെ ഒരു ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആരോ എവിടെയോ വെച്ചൊട്ടിച്ചു എന്ന് പറയുന്ന ഒരു കടലാസ് തുണ്ടിനെ ആസ്പദമാക്കി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ ബന്ധപ്പെടുത്തി അത് ആ പാർട്ടിയിലുള്ള ഭിന്നതകളാണ് എന്ന് ഏതടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുത്തത് എന്നതാണ് എന്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള തർക്കങ്ങൾ CPI ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും സുതാര്യമായ ജനാധിപത്യപരമായ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയാണ് CPI ഉള്ളത്. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ പേരുകളും പാർട്ടി DC എക്സിക്യൂട്ടീവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം DC എക്സിക്യൂട്ടീവിനോട് ആവശ്യപ്പെടുന്നത് ഒരു പേര് തരണം എന്നല്ല, രണ്ടുമല്ല മൂന്നുമല്ല, നിങ്ങൾ മൂന്നിൽ കൂടുതൽ പേരുകളുണ്ടെങ്കിൽ അതുകൂടി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകണമെന്നുള്ളതാണ്. അതിനുശേഷം ഉചിതമായ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിനാണ് പാർട്ടി ഭരണഘടനാ പ്രകാരം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള അവകാശം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേര് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായി ആ പേര് പുറത്തോട്ട് വന്നിട്ടില്ല എന്നത് മാത്രം. മൂന്നാമത്തെ കാര്യം, സഖാവ് വസന്തത്തിനെതിരായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ആരോ ഒട്ടിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന, ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത, ഈ നാട്ടിലെ ഒരു മനുഷ്യൻ പോലും അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു പോസ്റ്ററിൽ നൂലിൽ കെട്ടി ഇറക്കി എന്നുള്ള ഒരു പ്രചാരണം വന്നിരിക്കുന്നു. വസന്തത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? അവർ വിദ്യാർത്ഥി സംഘടനാ കാലം മുതൽ കോഴിക്കോട്ടും കേരളത്തിലും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. AISFന്റെ നേതാവായിരുന്നു, AIYF നേതാവായിരുന്നു. AIYFന്റെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ മറ്റാർക്കും മറികടക്കാൻ സാധിക്കാത്ത ഒരു വലിയ റെക്കോർഡാണ് വനിതാ മാർച്ച് എന്ന്. നിങ്ങൾ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതകൾ നടത്തിയ മാർച്ച്. ആ വനിതാ മാർച്ചിന് നേതൃത്വം കൊടുത്തത് രണ്ടുപേരാണ്. ഒന്ന് ക്യാപ്റ്റൻ സഖാവാർ ലതാദേവി, അതിന്റെ വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിച്ച ആളാണ് P. വസന്തം. നിരവധികളായ സമരമുഖങ്ങളിൽ പങ്കെടുത്തയാൾ. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമായ ദേശീയ കൗൺസിലിൽ അംഗമായിട്ടുള്ളയാൾ. അവരെയാണ് നാദാപുരത്ത് കെട്ടിയിറക്കിയെന്ന് പറയുന്നത്. നാദാപുരത്ത് ഇപ്പോഴും കെട്ടിയുറപ്പിച്ചു വെച്ച ഒരു ബോർഡ് വസന്തത്തിൻ്റെതുണ്ട്. കഴിഞ്ഞ 38 വർഷമായിട്ട് നാദാപുരത്ത് കല്ലാച്ചി കോടതിയിൽ അഭിഭാഷകയായി കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരാളിനെ കുറിച്ചൊക്കെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ആധികാരികതയുണ്ടോ എന്ന് കുറെ കൂടി സമഗ്രമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒറ്റ മിനിറ്റ്, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു, നാദാപുരത്തെ ഒട്ടേറെ UDF കേന്ദ്രങ്ങളിൽ നിന്ന് ആ വാർത്ത അതിന്റെ ഷെയറുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇത്തരത്തിൽ പിതൃശൂന്യമായ ഒരു വാർത്തയ്ക്ക് പിറകിൽ എന്നത് ഗൗരവത്തോടെ ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ DC-യിലെ വസന്തത്തിന്റെ പേര് മാത്രമാണ് നമ്മൾ സ്റ്റേറ്റ് കൗൺസിലേക്ക് കൊടുത്തത്. അങ്ങനെ ആരെ പേര് കൊടുത്തു എന്ന് പറയുന്ന കാര്യമില്ല. പക്ഷെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം ഒരു പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ഞാൻ നേരത്തെ അത് പറഞ്ഞു വളരെ കൃത്യമായിട്ട്. വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒട്ടേറെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് തീരുമാനമെടുക്കാനുള്ള അന്തിമ അധികാരം പാർട്ടി സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ്. നാദാപുരത്ത് ഒരു സ്ഥാനാർത്ഥി ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പേരിലേക്ക് എത്തി. സ്ഥാനാർത്ഥിയെക്കുറിച്ച് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു, സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞു. പക്ഷെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പാടില്ലാത്തത് LDFന്റെ പൊതു തീരുമാനത്തിന്. ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ബന്ധുബലമല്ല നാദാപുരത്തിന്റെ മനസ്സറിയുന്ന ആളെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ അത് CPIക്കകത്ത് ആരെങ്കിലും ആവണ്ടേ? CPIക്കകത്തൊന്നല്ല, ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കകത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ, അതെല്ലാം പോട്ടെ, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ കാണിച്ചതാ,
ആ പോസ്റ്റർ കണ്ട ഒരാളിനെ ഒട്ടിച്ചയാൾ എന്തായാലും രാത്രി ഇരുട്ടിന്റെ മറവിലായിരിക്കും ഒട്ടിച്ചതെന്നാണല്ലോ പൊതുവിൽ പറയാറ്. പകൽ വെളിച്ചത്തിൽ ആരും ഇങ്ങനത്തെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകില്ലല്ലോ. എന്നാൽ ഇത് കണ്ട ഒരാളിനെ പറ്റി പറയൂ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വാർത്തയുടെ സോഴ്സ് എവിടെയാണ്? നിങ്ങൾക്ക് ആരാണ് ഈ വാർത്ത തന്നത്? ആ വാർത്തയിൽ എവിടെയെങ്കിലും ഒരാൾ, നിങ്ങൾ അന്വേഷിച്ചോ, ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? വെറുതെ ഒരു ചുമരിന്റെ പുറത്ത് പൊട്ടിച്ചാണെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കുക, അത് നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഷൂട്ട് ചെയ്താണോ ഈ പോസ്റ്റർ ഇട്ടിട്ട് ചുമര് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ചോദിക്കുക നിങ്ങളോട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും, ഇപ്പൊ എന്തായാലും പ്രിന്റ് മീഡിയയിൽ വന്നിട്ടില്ലല്ലോ, ഇന്ന് രാവിലെയല്ലേ സംഭവം വാർത്ത വന്നത്, ഏതെങ്കിലും ഒരു ചുമര് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഇത് അങ്ങേയറ്റം ഒരു തരത്തിലും വെറുതെ സംഘടനാപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി കുറെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആരൊക്കെയോ ചേർന്ന് കുറെ കുബുദ്ധികളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ആശയം ഇങ്ങനെ കാണുന്നത് ഒരു തരത്തിലും ഈ പോസ്റ്ററിനെ ഞങ്ങൾ മാനിക്കുന്നതേയില്ല. ഈ ഒരു വിവാദത്തോട് ഞങ്ങൾ അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തകരാണ് ചെയ്തതെങ്കിൽ എന്ന് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ആരാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആളുകളൊക്കെ ഇത് പരമാവധി പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പരമാവധി പറഞ്ഞ് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രചരിപ്പിക്കുമെന്നും പറയുന്നില്ല. പക്ഷെ അത് ഈ വാർത്ത വന്നതിന് ശേഷം അതിന്റെ പ്രചാരകന്മാരായി കുറേയേറെ നാദാപുരത്ത് നമ്മുടെ സുഹൃത്തുക്കളെ കേരളത്തിലെ കുറെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന് ആധികാരികത വേണ്ടേ? ഏതു വിഷയത്തിലായാലും ഒരു ആധികാരികത വേണ്ടേ? നിങ്ങൾ ഈ വാർത്ത കൊടുത്ത ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് കിട്ടിയായിരിക്കുമല്ലോ. ആ സോഴ്സിൽ നിങ്ങൾ ചോദിക്കൂ, ഇത് എവിടെയാണ് ആ ചുമർ? ഞങ്ങളോട് പറയണ്ട, നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. ആ ഒട്ടിച്ച ചുമര് ഏതാണ്? നാദാപുരത്തിന്റെ വിവിധ ഭാഗങ്ങളല്ലേ പറഞ്ഞത്, 10 പഞ്ചായത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് ഏറ്റവും വിസ്തൃതിയാർന്ന മണ്ഡലമാണ്. ആ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു ചുമര് കാണിച്ച ഇവിടെയായിരുന്നു ആ പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് പറഞ്ഞു ഇല്ല.